ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാക്കും ഡയസ്നോണും ഫലം കണ്ടില്ല. കെഎസ്ആർടിസിയിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കി. വലഞ്ഞ് യാത്രക്കാർ. പണിമുടക്കിന് സംഘടനകൾ മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടില്ലെന്ന വാദമുയർത്തിയാണ് ദേശീയ പണിമുടക്കാണെങ്കിലും കെഎസ്ആർടിസി സംസ്ഥാനത്ത് സർവീസുകൾ നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ മന്ത്രിയുടെ വാക്കോ സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോണോ മേഖലയിൽ ഫലം കണ്ടില്ല. BMS ഒഴികെയുള്ള എല്ലാ സംഘടനകളും പണിമുടക്കി. ഇതോടെ പൊതുഗതാഗത സംവിധാനം നിശ്ചലമായി. യാത്രക്കാർ ശരിക്കും വലഞ്ഞു. കഴിഞ്ഞ ദിവസമേ യാത്ര ആരംഭിച്ചവരും ദീർഘദൂര യാത്രക്കാരുമാണ് കൂടുതലായും ദുരിതത്തിലായത്. മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചവരും കൂട്ടത്തിലുണ്ടായി. ഒടുവിൽ ഇവർക്ക് ആശ്വാസമായത് പണിമുടക്കിൽ നിന്നും വിട്ടുനിന്ന BMS സംഘടനയിലെ ജീവനക്കാരുടെ സേവന തൽപരതയാണ്. ഇത്തരത്തിൽ തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ചതും മറ്റ് ജില്ലകളിൽ നിന്നെത്തിയതുമായ സർവീസുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്റ്റേഷനിൽ വന്നുപെട്ടവർക്ക് അനുഗ്രഹമായി. വന്ന വഴിക്ക് തടസ്സങ്ങളൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. ഒരു തടസ്സമില്ല. രണ്ടു മൂന്നിടത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുഴപ്പമില്ല. പോലീസിന്റെ സുരക്ഷ ഉണ്ടായിരുന്നു. വരുന്നുണ്ട്. സ്ത്രീകളും പ്രായമായവരുമായ പലർക്കും യാത്ര തുടരാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ എറണാകുളത്തുനിന്നായിരുന്നു വന്നത്. ഞാൻ പാലക്കാട്ടിലോട്ട് പോകും. സമരം അറിയായിരുന്നു, പക്ഷെ ഇന്നലത്തെ സാഹചര്യം മൂലം പോകേണ്ടി വന്നു. ബസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ കുറച്ചു നേരമായി കാണാൻ. ഏകദേശം 2 മണിക്കൂറിനടുത്തായി. ആ സൈഡിലോട്ട് വന്നിട്ടില്ല. തൃശൂർ ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്തിയ ബസ് സമരാനുകൂലികൾ തടഞ്ഞിരുന്നു. എന്നാൽ പോലീസ് സംരക്ഷണയിൽ തുടർന്നും പല ദീർഘദൂര സർവീസുകളും നടന്നു. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ പേട്ടയിൽ ചുരുക്കം ചില ഓട്ടോറിക്ഷകളും സർവീസ് നടത്തി. ഇതും യാത്രക്കാർക്ക് സഹായകരമായി. രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഹർത്താലിന് സമാനമായി ജില്ലയിൽ മാറിയപ്പോൾ നഗരത്തിലടക്കം വന്നെത്തിയ ദീർഘദൂര യാത്രക്കാർക്കടക്കം KSRTCയുടെ സർവീസുകൾ അനുഗ്രഹമായി മാറി. തൃശൂർ KSRTC ഡിപ്പോയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.